യുണീക്ക് ആൻഡ് ക്വിക്കായിട്ടുള്ള പൊട്ടറ്റോ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയാലോ. അപ്പോൾ അതിൻ്റെ കൂടെ ചമ്മന്തി കൂടി ഉണ്ടാക്കി കാണിക്കുന്നുണ്ട്. ഉരുളക്കിഴങ്ങ് ഞാൻ അതിന് വേണ്ടിയിട്ട് പുഴുങ്ങി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് തണക്കാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുക. ആ ഒരു സമയം കൊണ്ട് ഇതിന് വേണ്ടിയിട്ടുള്ള ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് നമുക്ക് റെഡിയാക്കി വയ്ക്കാം. ഒരു പാത്രത്തിലേക്ക് കറിവേപ്പില മുറിച്ചതിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വറുത്തരിപ്പൊടി കേട്ടോ, സാധാരണ അപ്പം ഇടിയപ്പത്തിനൊക്കെ ഉപയോഗിക്കുന്നത്. പിന്നെ റവ എടുക്കുന്നുണ്ട്. റവ വറുത്തതാണെങ്കിലും കുഴപ്പമില്ല, വറുക്കാത്തതാണെങ്കിലും കുഴപ്പമില്ല. മല്ലിയില മുറിച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. മല്ലിയില നല്ലൊരു ഫ്ലേവർ തന്നെ കൊടുക്കുന്നുണ്ടോ, സ്കിപ്പ് ചെയ്യാതെ ചേർക്കുക. മല്ലിയിലയുടെ ഫ്ലേവർ തീരെ ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. പിന്നെ ഏതെങ്കിലും ഒരു വെറൈറ്റി ചീര, ഞാനിപ്പോൾ പാലക്ക് ആ ഒരു വെറൈറ്റി ആണ് എടുത്തിരിക്കുന്നത്. എരിവിന് വേണ്ടിയിട്ട് പച്ചമുളക് മുറിച്ചത്, ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ കറുത്ത എള്ള് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഗരം മസാല എല്ലാം കൂടെ ഇതുപോലെ നമുക്ക് നല്ല പോലെ ഒന്ന് കൈവച്ച് ആദ്യം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതിപ്പോൾ നന്നായിട്ടൊന്ന് മിക്സായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഉരുളക്കിഴങ്ങിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഇതൊന്ന് നന്നായിട്ട് തന്നെ ഒന്ന് ഉടച്ചെടുക്കാം. അപ്പോൾ ചെറിയ ചൂടോട് കൂടി തന്നെ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് നന്നായിട്ട് മാഷ് ചെയ്ത് എടുക്കാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ ഇതൊന്ന് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്ത് എടുത്താലും മതി. നന്നായിട്ട് കട്ടകളില്ലാതെ ഒന്ന് റെഡിയാക്കി എടുക്കുക, അത്രേ തന്നെ മതി. ഈ ഒരു റെസിപ്പിയിൽ ഉരുളക്കിഴങ്ങിൻ്റെ അളവാണ് കൂടുതൽ വേണ്ടത്. നമ്മൾ റെഡിയാക്കി വെച്ചാൽ മറ്റേ എന്താ പറയുക, ആ ഒരു ചീര, റവ, അരിപ്പൊടി ഒക്കെ ചേർത്തിട്ടുള്ള മിക്സ് ഉണ്ടല്ലോ, അതിനേക്കാളും കൂടുതലായിരിക്കണം എപ്പോഴും ഉരുളക്കിഴങ്ങ് ഉടച്ചെടുത്തത്. അപ്പോഴായിരിക്കും നന്നായിട്ട് ടേസ്റ്റി ആയിട്ട് തന്നെ വരിക കേട്ടോ. അപ്പോൾ അതേ ഇതുപോലൊന്നും എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് ഒരു വലിയ ഉരുളി എടുത്തിട്ട് നമുക്കൊരു പാനിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കാം. മാക്സിമം കനം കുറച്ച് പരത്തിയെടുക്കാൻ ശ്രമിക്കാം കേട്ടോ, അപ്പോഴായിരിക്കും നല്ല ടേസ്റ്റി ആയിട്ട് വരിക. ഇതുപോലെ ഒന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ കുറച്ച് എണ്ണ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി തിരിച്ചിട്ട് കൊടുക്കുകയാണ്. ഒരു ഭാഗം ഒന്ന് റെഡി ആയിട്ട് വരുമ്പോൾ വീണ്ടും ആ ഒരു ഭാഗത്തും എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യണത് കേട്ടോ. അപ്പോൾ ദേ ഇതുപോലെ തിരിച്ചു മറിച്ചിട്ടിട്ട് നന്നായിട്ടൊന്ന് റെഡിയാക്കി എടുക്കുക. അപ്പോൾ അതിൻ്റെ അരികുകൾ നന്നായിട്ട് മൊരിഞ്ഞ് വരും. ഉൾഭാഗമാണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിരിക്കും. നല്ല ഫ്ലേവറോട് കൂടിയുള്ള അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി തന്നെയാണ് ഇതെന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ കൂടെ ഒരു ചട്നിക്ക് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് കപ്പലണ്ടി ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കപ്പലണ്ടി ഒന്ന് റോസ്റ്റ് ആയിട്ട് വരുമ്പോൾ അതിലേക്ക് വെളുത്തുള്ളിയും പച്ചമുളകും ഇട്ട് കൊടുക്കുക. അതൊന്ന് ചെറുതായിട്ട് റോസ്റ്റ് ചെയ്ത് എടുത്തതിന് ശേഷം കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഇതൊന്ന് തണുത്ത് കഴിയുമ്പോൾ മിക്സിയുടെ ജാറിലിട്ടിട്ട് നമുക്കൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം കേട്ടോ. ഒരുപാട് അങ്ങോട്ട് അരഞ്ഞു പോകേണ്ട ആവശ്യമില്ല. ഇതുപോലെ തെരുകളോട് കൂടി ഇട്ട് ഒന്ന് പൊടിച്ചെടുത്താൽ മതിയാവും. ഇനി ഇതിലേക്ക് നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ മല്ലിയിലയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഇനി വീണ്ടും നമുക്ക് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. ഇതുപോലെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല ഫ്ലേവറോട് കൂടിയുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണ് തയ്യാറാക്കി നോക്കുക കേട്ടോ. എന്തായാലും ഇഷ്ടം.